Hi friends, അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിൽ നനച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവിലാണ്. നമുക്ക് കൂടെ എടുക്കേണ്ടതാണ് ഇച്ചിരി ഏലക്കായും ജീരകം പൊടിച്ചത്, പിന്നെ തേങ്ങ ചിരണ്ടിയത്, തേങ്ങ കൊത്ത്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം, പച്ചവെള്ളം ആയാലും മതി, പിന്നെ ശർക്കര ചീകിയത്. നമ്മൾ നമ്മുടെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് മീൻസ് സ്പെഷ്യൽ ആണെന്നാണോ എനിക്കറിയത്തില്ല. ഞാൻ നോർമലി കണ്ടിട്ടുള്ളത് നെയ്യിൽ അവിൽ വഴറ്റിയിട്ടുള്ള ടൈപ്പാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ വഴറ്റാൻ പോകുന്നത് തേങ്ങാ കൊത്തും പിന്നെ ഏലക്കാപ്പൊടിയാണ് നമ്മൾ വഴറ്റാൻ പോകുന്നത്. കാരണം അവില് നെയ്യിൽ വഴറ്റി കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ താടിയലിനൊക്കെ ഒരു വേദന വന്നു തുടങ്ങും, ഒരുപാട് ചവയ്ക്കേണ്ടി വരും. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ടു. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നേരെ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തുകൾ ഇടാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണവും ഉണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാകും. പോരാത്തതിന് അവില് നമ്മൾ എന്ത് ചെയ്യാം, വെള്ളം ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടോ ചെയ്യാവുന്നതാണ്. അപ്പം കുറച്ചും കൂടി നല്ലൊരു മൃദുത്വം വരും. ഇപ്പൊ തന്നെ നമ്മുടെ ഈ തേങ്ങാക്കൊത്തും ജീരകവും ഏലക്കായൊക്കെ വഴന്നു വരുമ്പോൾ അതിന് നല്ലൊരു മണമുണ്ട്. അത് നമുക്ക് പിന്നീട് അവിലേക്ക് കുഴച്ചെടുക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മള് നമ്മുടെ ശർക്കര മൊത്തം ഇതിലേക്ക് ചേർക്കുകയാണ്. എത്രയാണോ അവില് വേണ്ടത് അത്രയും എടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാവുന്നതാണ്. കൈയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം കുഴയ്ക്കാൻ. കൈ കൊണ്ട് കുഴച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു ഇത് വരും. അതിനുശേഷം നമുക്കിത് നമ്മുടെ തേങ്ങ ഇടാം. ഈ തേങ്ങ ഇട്ട് കഴിയുമ്പോണ്ടല്ലോ, തേങ്ങയുടെ നീര് തന്നെ നമുക്കൊരു എന്താ പറയാ, അവിലിനൊന്ന് നനയിച്ച് തരും. അത് തന്നെ അവിലൊന്ന് പുതിരാൻ സഹായിക്കും. അപ്പൊ നമുക്ക് കഴിക്കുമ്പോഴും നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടിക്കോളും. അവിലൊക്കെ അങ്ങ് ചൂടാക്കി കഴിഞ്ഞാലേ ഭയങ്കര കട്ടിയായിരിക്കും. ഇതിലേക്ക് ഇതാ ഞാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ നല്ല നെയ്യിലിട്ട് വഴറ്റിയ തേങ്ങാക്കൊത്തും കാര്യങ്ങളും ആഡ് ചെയ്യാം. ഈ ശർക്കര അവിലൊക്കെ നിങ്ങളുടെ ഉചിതമാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിന് ആനുപാതികമായിട്ടുള്ള ശർക്കരയും അവിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് അത് കുഴച്ചെടുക്കുക, എല്ലാവരുടെയും മധുരം പറ്റുന്ന തരത്തില്. അപ്പൊ നമ്മൾ അവില് കുഴച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര സോഫ്റ്റ്നെസ് വേണോ അതിന് ആനുപാതികമായിട്ട് വെക്കാം. ഞാനിത് അലങ്കരിക്കുന്നതാണ്. എന്തായാലും പഴം വെച്ച് അലങ്കരിച്ചാൽ കുഴപ്പമില്ല. ഇതേ പഴം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതുമാണ്. ഇതോടെ നിൽക്കട്ടെ. ഇത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും, എന്താണ് പറയാ, വൈകുന്നേരങ്ങളിലോ രാവിലെയോ, ഇപ്പം പ്രത്യേകിച്ച് ക്വാറന്റൈനൊക്കെ ആയിരിക്കുന്ന ടൈമില് ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ എണീക്കുക. അപ്പം ബാച്ചിലേഴ്സിനോ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുക കൂടി ചെയ്തു, ബാച്ചിലേഴ്സിന് പറ്റിയൊരു വിഭവം കൂടി ഉണ്ടാക്കാവോ എന്ന്. അപ്പൊ ഇതാണെങ്കിൽ വലിയ ഹെക്ടിക് ഇല്ലാണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും പരീക്ഷിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നല്ല അടിപൊളിയൊരു അവില് നനയിച്ചതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതായി തേങ്ങയൊക്കെ കണ്ടില്ല, നല്ല തേങ്ങാക്കൊത്ത് നമ്മൾ വഴറ്റിയെടുത്ത കാരണം നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കിതാ ഓരോ പഴത്തിന്റെ കഷ്ണം വെച്ച് പോലെ അവിലെടുത്തിട്ട് കഴിക്കാം. നെയ്യ്, ഏലക്കായ, നല്ല തേങ്ങാക്കൊത്ത്, അടിപൊളി അവിലാണ്. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. നിങ്ങൾക്ക് രാവിലെ നേരങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വെറും 5 മിനിറ്റ് മതി. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്താൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ.